ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം ടി വി ഒന്നും തുറക്കണ്ട. തുറന്നാൽ ഉടനെ വാർത്തയിൽ വേറൊന്നുമില്ല. എല്ലാ വാർത്തകളും മുങ്ങിപ്പോയി. ദിലീപിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ്. യൂട്യൂബിനകത്തായാലും എല്ലാത്തിനകത്തായാലും രാഷ്ട്രീയത്തെക്കുറിച്ച് പോലും ഇപ്പോൾ വലിയ ചർച്ചയില്ല. എന്തായാലും ദിലീപിന് കോടതി വെറുതെ വിട്ടു നിരപരാധിയെന്ന്. അത് കുറച്ച് ആളുകൾക്ക് സഹിക്കാൻ വയ്യ. അവരങ്ങ് വലിയ പ്രശ്നം ഉണ്ടാക്കി. കോടതിയല്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന്. ദിലീപിൻ്റെ കാര്യത്തിൽ ഇവർ കുറച്ച് ആളുകളാണ് തീരുമാനിക്കുന്നത്. അവരുടെ കാര്യം വരുമ്പോൾ കോടതിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്. ഈ കുറച്ച് സ്ത്രീകൾക്ക്, അതിൽ ഒരു സ്ത്രീയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ ചർച്ച ഞാൻ ഏഷ്യാനെറ്റിൽ കണ്ടിരുന്നു. നമ്മുടെ ശ്രീജിത്ത് പണിക്കറും ഭാഗ്യലക്ഷ്മിയുടെയും കൂടി ഒരു ചർച്ച. ശ്രീജിത്ത് പണിക്കർ നമ്മുടെ ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ചു, ചേച്ചി, നമ്മുടെ വേടൻ ഒന്നോ രണ്ടോ എനിക്കറിയില്ല, അതിൽ കൂടുതലോ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. വേടന് ചലച്ചിത്ര അക്കാദമി പുരസ്കാരം, സംഗീത പുരസ്കാരം വേടന് കൊടുത്തു. ഭാഗ്യലക്ഷ്മി എടുത്ത് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചതാണ്. അതിലെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. സെലക്റ്റീവായി ദിലീപിനെ മാത്രം എടുക്കാവോ, വേടന് അതൊരു പ്രശ്നമല്ലേ എന്ന് ശ്രീജിത്ത് പണിക്കർ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചി രാജിവെക്കുകയോ രാജി സമർപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ലെന്ന് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ നമ്മുടെ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, എനിക്ക് ഒരു നിലപാടേ ഉള്ളൂ എല്ലാവരോടും എന്ന് ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു. ഭാഗ്യലക്ഷ്മിയുടെ മറുപടി എന്താണെന്ന് അറിയണ്ടേ? ശ്രീജിത്ത് പണിക്കർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ വേടൻ്റെ കേസ് വേറെയാണ്. കോടതി ഒരു ചോദ്യം ചോദിച്ചതുണ്ട്, ഉഭയസമ്മത പ്രകാരമാണോ പീഡനം നടന്നതെന്ന്. ഇതൊന്നുമല്ല, ഇതൊരു കൊട്ടേഷനും ഇത് കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. ദിലീപിനെയും വേടനെയും കൂട്ടിക്കെട്ടാൻ പാടില്ല. ദിലീപ് വേറെയാണ്, വേടൻ വേറെയാണ്. അതെന്താ, ദിലീപിന് കൊമ്പുണ്ടോ? അല്ല, വേടന് കൊമ്പുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്. വേടൻ ചെയ്തതും കുറ്റമാണ്. ദിലീപ് നടിയെ പീഡിപ്പിച്ചോ? ഇല്ല. കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കോടതി തെളിയിക്കാൻ പറ്റിയോ? പറ്റിയില്ല. വേടൻ പീഡിപ്പിച്ചെന്ന് കോടതി തെളിയിക്കാൻ പറ്റി. എന്നിട്ടാണ് ഈ ഭാഗ്യലക്ഷ്മി ഇവിടെ ഇരുന്ന് തുള്ളലോട് തുള്ളല്. ഈ സ്ത്രീക്ക് രണ്ട് നീതിയാണ്. ഏത് പെൺകുട്ടിയെ പീഡിപ്പിച്ചാലും ഒരേപോലെ തന്നെ. അതിൽ പണമുള്ളവളെന്നില്ല, പണമില്ലാത്തവളെന്നൊന്നുമില്ല, സിനിമാ നടിയെന്നില്ല, പാവപ്പെട്ടവളെന്നില്ല, എല്ലാവരും ഒരേപോലെ തന്നെ. ഭാഗ്യലക്ഷ്മി രണ്ട് കണ്ണിക്കാടുന്നു. വേടനെ വേറൊരു എന്നുവെച്ചാൽ, വേടൻ നിങ്ങളുടെ ആളുകളായതുകൊണ്ട് വേടനെ സപ്പോർട്ട് ചെയ്യുന്നു, ദിലീപിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ദിലീപിനെ മോശം പറയുന്നു. ഈ സ്ത്രീ ഒന്നും നീതിക്ക് വേണ്ടിയൊന്നും അല്ല ഈ സ്ത്രീകൾ സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിൽ എല്ലാവരുടെയും കൂടെ നിൽക്കണം. നടിയെന്നോ പാവപ്പെട്ടവളെന്നോ പണക്കാരെന്നോ ഒന്നുമില്ല, സ്ത്രീകളുടെ കൂടെ നിൽക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ രണ്ട് നീതിയിൽ അല്ല സംസാരിക്കേണ്ടത്. എല്ലാ ചാനലിലും വന്നിരുന്നു ദിലീപിനെ പറ്റി അസഭ്യം പറയുക, കുറ്റം പറയുക, കോടതിയെ കുറ്റം പറയുക, നീതി കിട്ടിയില്ല, ദിലീപാണ് ചെയ്തത് എന്ന് പറയുക. പിന്നെ അതേ കണക്ക് തന്നെ ആ ഇരയുടെ വക്കീലെന്ന് പറഞ്ഞൊരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദിലീപ് പീഡിപ്പിച്ചായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പൾസർ സുനി പീഡിപ്പിച്ചതാണ് മോശമായിപ്പോയെന്ന്. ഇതെന്ത് വർത്തമാനമാണ്? ആര് പീഡിപ്പിച്ചാലും അത് തെറ്റ് തന്നെയാണ്. അതിന് ദിലീപെന്നില്ല, പൾസർ സുനി എന്നില്ല, ആരെന്നില്ല. ഏത് പെൺകുട്ടിയെ ഏവൻ പീഡിപ്പിച്ചാലും അത് തെറ്റ് തന്നെയാണ്. അതിനെ ശിക്ഷിക്കണം. കുറച്ച് പേർക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അവരെങ്ങനെയും അവരെ തകർക്കാൻ നോക്കും. എങ്ങനെയും അതിനെന്ത് വൃത്തികേട്